ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പി എസ് സി വൈബ്. പി എസ് സി വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ്. 2023 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ജനുവരി തൊട്ട് ഏപ്രിൽ വരെയുള്ള കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ അറബ് വനിത. ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ അറബ് വനിത റയാന ബർണവി. റയാന ബർണവിയാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വനിത. അടുത്തത്, ചാറ്റ് GPT ബദലായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ബാർട്ട് ചാറ്റ് ബോട്ട്. ചാറ്റ് GPT ബദലായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ബാർട്ട് ചാറ്റ് ബോട്ട്. അടുത്തത്, 2023 IPL ക്രിക്കറ്റ് കിരീടം നേടിയത്. 2023 IPL ക്രിക്കറ്റ് കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. 2023 IPL ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ്? ചെന്നൈ സൂപ്പർ കിങ്സ്. ഒന്നുകൂടി നോക്കാം. ബഹിരാകാശത്തെത്തുന്ന ആദ്യ അറബ് വനിത റയാന ബർണവി. ചാറ്റ് GPT ബദലായി ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ബാർട്ട് ചാറ്റ് ബോട്ട്. 2023 IPL ക്രിക്കറ്റ് കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2023 ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ്. 2023 ലോറസ് സ്പോർട്സ്മാൻ ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയതാരാണ്? ലയണൽ മെസ്സി. അടുത്തത്, 2025 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 2025 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ്. 2024 വേദി ശ്രീലങ്ക. 2023 വേദി UAE. 2025 ആഗോള കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. 2024 വേദി ശ്രീലങ്ക. 2023 വേദി UAE. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2023 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ജേതാവ്. 2023 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ജേതാവ് ജോർജി ഗോസ്പിഡനോവ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ് PSC. 2023 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് ലഭിച്ചത് ജോർജി ഗോസ്പിഡനോവിനാണ്. അദ്ദേഹത്തിൻ്റെ ടൈം ഷെൽട്ടർ എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. ഏതാണ്? ടൈം ഷെൽട്ടർ. ടൈം ഷെൽട്ടർ എന്ന നോവലാണ് സമ്മാനം ലഭിച്ചത്. ഓക്കെ, അദ്ദേഹം ബൾഗേറിയ എഴുത്തുകാരനാണ്. അതും കൂടെ നോട്ട് ചെയ്തേക്കുന്നത്, അതൊക്കെ ചോദിക്കാറുള്ളതാണ്. 2023 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് പുരസ്കാരം ലഭിച്ചത് ജോർജി ഗോസ്പിഡനോവിനാണ്. അദ്ദേഹത്തിൻ്റെ ടൈം ഷെൽട്ടർ എന്ന നോവലിനാണ് സമ്മാനം ലഭിച്ചത്. അദ്ദേഹം ബൾഗേറിയ എഴുത്തുകാരനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ആണവോർജ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് അജിത് കുമാർ മൊഹന്തി. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 വർഷം ആണവോർജ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് ആരാണ്? അജിത് കുമാർ മൊഹന്തി. അടുത്തത്, 2023 അറബ് ലീഗിൽ അംഗമായ രാജ്യം. 2023 അറബ് ലീഗിൽ അംഗമായ രാജ്യം സിറിയയാണ്. 2023 അറബ് ലീഗിൽ അംഗമായ രാജ്യം സിറിയ. അടുത്തത്, നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഒന്നുകൂടി നോക്കാം. 2023 വർഷം ആണവോർജ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് അജിത് കുമാർ മൊഹന്തി. 2023 അറബ് ലീഗിൽ അംഗമായ രാജ്യം സിറിയ. നിലവിലെ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 2023 മെയ് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്. 2023 മെയ് മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പേരാണ് മോക്ക. എന്താണ്? മോക്ക. 2023 മെയ് മാസം ബംഗാൾ ഉൾക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് മോക്ക. മോക്ക ചുഴലിക്കാറ്റിന് പേര് നൽകിയത് യമനാണ്. അതൊക്കെ ചോദിക്കാറുള്ളതാണ്. മോക്ക ചുഴലിക്കാറ്റിൻ്റെ പേര് നൽകിയത് യമനാണ്. അടുത്തത്, നിലവിലെ UPSC ചെയർമാൻ. നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണിയാണ്. നിലവിലെ UPSC ചെയർമാൻ മനോജ് സോണി. അടുത്ത ക്വസ്റ്റ്യൻ, കർണാടകയുടെ 24ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. കർണാടകയുടെ 24ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സിദ്ധരാമയ്യയാണ്. കർണാടകയുടെ 24ാമത് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് സിദ്ധരാമയ്യ. അടുത്തത്, ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം നടന്ന വർഷം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം നടന്ന വർഷം 2023 മെയ് 28-നാണ്. ഡേറ്റ് അടക്കം പഠിക്കണം. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് 2023 മെയ് 28-ന് നരേന്ദ്രമോദിയാണ്. ഇനി അത് രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇനി ഇതിൻ്റെ ആകൃതി
പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആകൃതി ത്രികോണാകൃതിയാണ്. അതും കൂടെ ഓർത്തേക്കണേ, ചിലപ്പോൾ അതൊക്കെ ചോദിക്കാറുണ്ട് പ്രസ്താവന രീതിയിൽ. അപ്പോൾ ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം നടന്നത് 2023 മെയ് 28-നാണ്. രൂപകൽപ്പന ചെയ്തത് ബിമൽ ഹസ്മുഖ് പട്ടേൽ. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പണിതത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ക്രൂക്ക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകം ആരുടേതാണ്? ദ ക്രൂക്ക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകം പരകാല പ്രഭാകരൻ്റേതാണ്. ദ ക്രൂക്ക്ഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകം പരകാല പ്രഭാകരൻ്റേതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിനെ വിമർശിച്ചത് കൊണ്ട് കുറച്ച് വിവാദ പുസ്തകമായിട്ട് മാറിയതാണ് ഈ പുസ്തകം. അതുകൊണ്ടാണ് നമ്മളിത് കറണ്ട് അഫയേഴ്സിൽ ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 2023 വർഷം കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച തുംഗാനാഥ് ഏത് സംസ്ഥാനത്താണ്? 2023 കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച തുംഗാനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ തുംഗാനാഥിനെ നാഷണൽ മെമ്മോറിയലായിട്ട് പ്രഖ്യാപിക്കാനുണ്ടായത്. ഓക്കെ, അപ്പോൾ 2023 വർഷം കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച തുംഗാനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 161ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 161ആണ്. ഒന്നാം സ്ഥാനം നോർവേയാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2023 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിലെ ഒന്നാം സ്ഥാനം നോർവേ, ഇന്ത്യയുടെ സ്ഥാനം 161. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2023 വർഷം CBIയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് പ്രവീൺ സൂദാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2023 വർഷം CBIയുടെ പുതിയ ഡയറക്ടറായി നിയമിതനായത് പ്രവീൺ സൂദ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2023 ഏത് സംസ്ഥാനത്തെയാണ് സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്? 2023 ഏത് സംസ്ഥാനത്തെയാണ് സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്? ഉത്തരം നമ്മുടെ കേരളത്തെയാണ്. 2023 ഏത് സംസ്ഥാനത്തെയാണ് സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനത്തായിട്ട് പ്രഖ്യാപിച്ചത്? കേരളത്തെയാണ് സമ്പൂർണ്ണ ഗവേണൻസ് സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. അടുത്തത്. കേരളത്തിലെ ആദ്യത്തെ ചന്ദന മ്യൂസിയം വരാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യ ചന്ദന മ്യൂസിയം വരാൻ പോകുന്നത് മറയൂരിലാണ്. ഇടുക്കിയിലെ മറയൂരിലാണ് കേരളത്തിലെ ആദ്യ ചന്ദന മ്യൂസിയം വരാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2023 മെയ് മാസം ആരംഭിച്ച കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോ. 2023 മെയ് മാസം ആരംഭിച്ച കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോയാണ് റേഡിയോ ശ്രീ. 2023 മെയ് മാസം ആരംഭിച്ച കുടുംബശ്രീയുടെ ഓൺലൈൻ റേഡിയോയുടെ പേരാണ് റേഡിയോ ശ്രീ. അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖമാസികയാണ് അക്ഷര കൈരളി. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ മുഖമാസികയുടെ പേര് അക്ഷര കൈരളി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സ്വന്തമായി വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർക്കുള്ള ഭവന വായ്പാ പദ്ധതിയുടെ പേരാണ് മെറി ഹോം. സ്വന്തമായി വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവർക്കുള്ള ഭവന വായ്പാ പദ്ധതിയുടെ പേരാണ് മെറി ഹോം. അടുത്തത്. പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ജനസൗഹൃദമാക്കാൻ 2023 മെയ് മാസം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെ സ്റ്റോർ. പൊതുവിതരണ സംവിധാനത്തെ കൂടുതൽ ജനസൗഹൃദമാക്കാൻ 2023 മെയ് മാസം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെ സ്റ്റോർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം. രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡ് ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ്. അടുത്തത്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് PR ജിജോയാണ്. ഇനി അതിൻ്റെ ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് PR ജിജോയ്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ചെയർമാനാണ് സയ്യിദ് അക്തർ മിർസ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2023 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെടുത്തി ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കൂടെ ഉണ്ടായിരിക്കും. അതോടുകൂടി നമ്മൾ മെയ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.